സർക്കാർ ഓഫീസുകളിലെ അഴിമതി തടയാൻ ഓപ്പറേഷൻ സീറോയുമായി വിജിലൻസ് മേധാവി തയ്യാറാക്കിയ രൂപരേഖ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുത്ത യോഗത്തിൽ ചർച്ച ചെയ്തു. അഴിമതി ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു പുതിയ പ്രോജക്റ്റ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. കേരളത്തിലെ അഴിമതി നിരോധനം പൂർണ്ണമായും നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിന്റെ പേര് പ്രോജക്റ്റ് സീറോ എന്നുള്ളതാണ്. ടുഗദർ ലെറ്റ് us ബിൽഡ് എ കറപ്ഷൻ ഫ്രീ സ്റ്റേറ്റ് എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത്. കേരളത്തെ പരിപൂർണമായും അഴിമതി വിമുക്തമാക്കുക. അഴിമതി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പ്രൊജക്ട് സീറോ എന്ന പദ്ധതി നടപ്പാക്കുന്നത്. വിജിലൻസ് മാനുവൽ പരിഷ്കരിക്കാനും തീരുമാനമായി. മേഘന മുരളി ആ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരുന്നു. മേഘന, സ്വാഗതാർഹമായ പദ്ധതിയാണ്. പക്ഷേ ഓപ്പറേഷൻ സീറോ എന്നതിന്റെ മോഡസ് ഓപ്പറാൻഡി, അതിന്റെ രീതികൾ എങ്ങനെയാണ് AI ക്യാമറകളുടെ ഇൻകോർപ്പറേഷൻ, ഏതൊക്കെ രീതിയിൽ ആ സ്വപ്നത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രതീക്ഷ. ഹാഷ്മി, പ്രൊജക്ട് സീറോ ടുഗദർ ലെറ്റ്സ് ബിൽഡ് എ കറപ്ഷൻ ഫ്രീ സ്റ്റേറ്റ് എന്നുള്ളതാണ് പുതിയ പദ്ധതിയുടെ ആപ്തവാക്യം. അതിൽ വിജിലൻസും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും ഉദ്ദേശിക്കുന്ന കാര്യം അത് പൊതുപ്രവർത്തകരെയും അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളെയും അഴിമതി വിരുദ്ധമാക്കുക, അഴിമതി നിരോധിക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തന രീതിയാണ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. കാരണം ഇപ്പോൾ പുതിയ രീതിയിലൂടെയാണ് ഈ അഴിമതി നടക്കുന്നത്. പലരും ഗൂഗിൾ പേയുടെയൊക്കെ പണം അയച്ചു വാങ്ങുന്നു. അതുപോലെ തന്നെ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അഴിമതി നിരോധനമാണ് വിജിലൻസ് ഇതുവഴി ലക്ഷ്യവെക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ ഒരു കരടാണ് നിലവിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ ആഭ്യന്തരമന്ത്രിയെ ചുമതലയേറ്റ ശേഷം രമേശ് ചെന്നിത്തല ആദ്യമായാണ് ഇന്ന് വിജിലൻസ് ആസ്ഥാനത്ത് എത്തുന്നത്. അതിനുശേഷം ഉന്നത ഉദ്യോഗസ്ഥരുമായും അതുപോലെ തന്നെ വിജിലൻസ് മേധാവി മനോജ് എബ്രഹാമുമായി ചർച്ച നടത്തി. ആ ചർച്ചയിലാണ് ഈ കരട് പദ്ധതിക്ക് രൂപം കൊടുക്കുകയും അതിന്റെ ഒരു അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനം ഇന്നു മുതൽ തുടങ്ങുമെന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിലൊക്കെ ഈ പ്രൊജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായി AI ക്യാമറകൾ വയ്ക്കും. അതുപോലെ തന്നെ പുതിയ സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങൾ അത് പരിഷ്കരിക്കുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. മുഖം മിനുക്കാൻ ഒരുങ്ങുകയാണ് വിജിലൻസ്. അതുപോലെ തന്നെ അതിൽ ഈ പ്രധാനമായും പറയുന്ന കാര്യം വിജിലൻസ് മാനുവൽ പരിഷ്കരിക്കുമെന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട കരടും തയ്യാറാക്കിയിട്ടുണ്ട്. 1969 വിജിലൻസ് മാനുവലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എന്നാൽ അത് കാലഘട്ടം അനുസരിച്ച് മാറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിജിലൻസ് മാനുവൽ പരിഷ്കരിക്കാനുള്ള ഒരു നീക്കമടക്കം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഒരു കരട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി വിട്ടുകൊടുത്തു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് ആഭ്യന്തരമന്ത്രി പറയുന്നത്. അതിൽ ഈ പ്രൊജക്ട് സീറോയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അഴിമതി അത് നടത്തിയ ശേഷം കണ്ടുപിടിക്കുകയല്ല, മറിച്ച് അഴിമതി ഇല്ലാതാക്കുക, അഴിമതി നടക്കുന്നതിന് മുന്നേ തന്നെ അതിനെ ഇല്ലാതാക്കുക, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രവണത ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന് പിന്നാലെയാണ് പുതിയ പദ്ധതി ഓപ്പറേഷൻ സീറോ, പ്രൊജക്ട് സീറോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.